മനുഷ്യന്റെ നിലനിൽപ്പിന്റെ നിദാനമാണ് തൗഹീദ്. അവന്റെ നിലനിൽപ്പിന്റെ സന്ദേശമാണ് തൗഹീദ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു അസ്സാലിമീന വയഫ്അലുല്ലാഹു മാ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഈ ദുനിയാവിലും മരണാനന്തര ജീവിതത്തിലും സ്വന്തം കാലിൽ നിൽക്കാവുന്ന അവസ്ഥ പ്രദാനം ചെയ്യുന്നത്, അവർക്ക് ധൈര്യവും സ്ഥൈര്യവും നൽകുന്നത്, അവർക്ക് നിലനിൽപ്പ് പ്രദാനം ചെയ്യുന്നത് ബിൽ ഖൗലി സാബിതി, നിലനിൽപ്പിന്റെ വചനം കൊണ്ടാണ്. എന്താണ് ഈ നിലനിൽപ്പിന്റെ വചനം? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഹുവ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖൗലു സാബിത്ത്, നിലനിൽപ്പിന്റെ വചനം എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സന്ദേശമാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവർക്കാണ് ഈ ദുനിയാവിൽ തന്നെ നിലനിൽപ്പുള്ളത്. മരണാനന്തര ജീവിതത്തിലും അവർക്കാണ് നിലനിൽപ്പ്. ഇതൊരു പ്രസ്താവനയായിക്കൊണ്ടല്ല ഖുർആൻ അവസാനിപ്പിക്കുന്നത്. മാനവതയുടെ ചരിത്രം ആദം നബി മുതൽക്ക് നമുക്ക് വിവരിച്ചു തന്നുകൊണ്ടാണ് ഈ സത്യം ചരിത്രപരമായി തെളിയിക്കുന്നത്, നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആദം നബി അല്ലാഹു സൃഷ്ടിച്ചു, ഹവ്വായിനെയും സൃഷ്ടിച്ചു. അവർക്ക് മക്കൾ ജനിച്ചു, പേരക്കുട്ടികളുണ്ടായി. അവരൊരു കുടുംബമായി, ഒരു സമൂഹമായി മാറി. അങ്ങനെ തലമുറകൾ ജീവിച്ചുകൊണ്ടേയിരുന്നു. 10 തലമുറകളാണ് ആ വിധത്തിൽ കഴിഞ്ഞുകൂടിയത്. അവർ ശുദ്ധ പ്രകൃതിയിലാണ്, നേരായ മാർഗത്തിലാണ് നിലകൊണ്ടത്. മനുഷ്യ പ്രകൃതി തന്റെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങളിൽ, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ സ്രഷ്ടാവായ അല്ലാഹുവിനോട് വിളിച്ചു തേടുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ആ ശുദ്ധ പ്രകൃതി അനുസരിച്ചാണ് അവർ ജീവിച്ചു പോന്നിട്ടുള്ളത്. പിന്നീട് അവരിലേക്ക് 10 തലമുറ പിന്നിടുമ്പോൾ അതുവരെ വഴികേടിലാക്കാനാവാത്ത പിശാച് അവൻ പ്രത്യേകമായ പദ്ധതി ആസൂത്രണം ചെയ്ത് അവരെ തൗഹീദിൽ നിന്ന്, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ശിർക്കിലേക്ക് കൊണ്ടുപോയി. ഒരു വേള ഒരു കല്ലെടുത്തു കൊടുത്ത് ഈ കല്ല് നാട്ടിവെച്ചതിനെ പൂജിക്കടോ എന്ന് പറഞ്ഞാൽ ആ ഉപദേശം കേൾക്കാൻ മനുഷ്യനെ കിട്ടില്ല. അത് പിശാചിനറിയാം. അതുകൊണ്ട് മനഃശാസ്ത്രപരമായ സമീപനമാണ് പിശാചും കൈക്കൊണ്ടത്. പോലുള്ള നല്ല മനുഷ്യന്മാർ ആ സമൂഹത്തിൽ ജീവിച്ചിരുന്നു. അവർ മരിച്ചുപോയി. പിശാച് അവരോടൊപ്പം ജീവിച്ച ആളുകളുടെ അടുക്കൽ ദുർബോധനം നടത്തി. അവൻ പറഞ്ഞു, ഈ നല്ല മനുഷ്യന്മാര്, സജ്ജനങ്ങള്, അവരെ നമുക്ക് മറക്കാനൊക്കുമോ? അവര് മരിച്ചുപോയാലും അവരെ ഓർക്കണ്ടേ? ആ ചോദ്യത്തിന് അവരെ ഓർക്കാൻ പാടില്ലെന്നൊരാളും പറയില്ല. അവരെ ഓർക്കുന്നത് ശിർക്കാണെന്ന് ആർക്കും തോന്നില്ല. അതുകൊണ്ട് തന്നെ പിശാചിന്റെ ആ ഉപദേശം അവിടെ ഫലപ്പെട്ടു. ഓർക്കണം, അവരെ ഓർക്കാൻ തുടങ്ങി. അടുത്ത തലമുറ വന്നപ്പോൾ പിശാച് അവരോട് പറഞ്ഞത്, വദ്ദിനെയും സുവാഴിനെയും ഒക്കെ നിങ്ങൾ കണ്ടോ? ഇല്ല. നിങ്ങളുടെ ഉപ്പമാർ അവരെ ഓർത്തില്ലേ? അതെ. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ ഓർക്കണമെങ്കിൽ എന്ത് വേണം? അവരുടെ രൂപം നിങ്ങളുടെ മുന്നിൽ വേണം. വദ്ദിന്റെ രൂപം കല്ലിൽ കൊത്തി ഉണ്ടാക്കി. എന്തിനാണ്? കാണാനാണ്, ഓർക്കാനാണ്. അങ്ങനെ കാണുന്നതും ഓർക്കുന്നതും ഒരു രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരാളെ ഓർക്കുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? ശിർക്കാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. രണ്ടാമത്തെ തലമുറ ആ മരിച്ചുപോയ സജ്ജനങ്ങളുടെ രൂപം കല്ലിൽ കൊത്തിയുണ്ടാക്കി. അവിടെ പോയി വന്നുകൊണ്ടിരുന്നു, ഓർത്തുകൊണ്ടിരുന്നു അവർ. മൂന്നാമത്തെ തലമുറ വന്നപ്പോൾ അവരോട് പിശാച് പറഞ്ഞത്, നിങ്ങളുടെ ഉപ്പമാരും ഉപ്പാപ്പമാരും രോഗം വരുമ്പോൾ രോഗം മാറാൻ വേണ്ടി ഇവരുടെ അടുക്കലാണ് വന്നത്. ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിർവഹിച്ചു കിട്ടാൻ ഇവരുടെ അടുക്കലാണ് വന്നത്. ആഗ്രഹ സഫലീകരണത്തിനായി, രോഗമുക്തിക്കായി, വിഷമ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനായി ഈ മരിച്ചുപോയ ഈ മഹാന്മാരുടെ ഈ പ്രതിമകൾക്ക് മുന്നിൽ വന്നുകൊണ്ട്
അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചുകൊണ്ട് അവരോട് വിളിച്ചു തേടിയിട്ടാണ് ആഗ്രഹം സഫലമാക്കിയിരുന്നത്. രോഗത്തിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും മോചനം നേടിയിരുന്നത്. മൂന്നാമത്തെ തലമുറ നേർച്ചകളുമായി വഴിപാടുകളുമായി മരിച്ചുപോയ വദ് സുവാഴ് പോലുള്ള സജ്ജനങ്ങളുടെ പ്രതിമക്ക് മുന്നിൽ അർപ്പിച്ചു. എന്നിട്ട് ആ മരിച്ചുപോയ ഈ ആളുകളുടെ മുമ്പിൽ കൈനീട്ടി അവരോട് യാചിച്ചു, അവരോട് തേടി, അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചു. കലർപ്പില്ലാത്ത ശിർക്കിൽ അവർ ചെന്നുപെട്ടു. അത് ശിർക്കാണെന്നതിൽ ആരും സംശയിക്കില്ല. ഒറ്റയടിക്ക് കല്ലിൽ കൊത്തിയുണ്ടാക്കിയ പ്രതിമ, അതിന് നേർച്ചയർപ്പിച്ച് അതിനോട് വിളിച്ചു തേടണമെന്ന് പറഞ്ഞാൽ ആളെ കിട്ടില്ല. അതുകൊണ്ട് പിശാച് കണ്ടെത്തിയ വഴി ഇതായിരുന്നു. ആ വഴിയിലൂടെ ആളുകൾ അവൻ കൊണ്ടുപോയി ശിർക്കിൽ വീഴ്ത്തി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാണത്, ഖുദ്സിയായ ഒരു ഹദീസ്. ആ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഞാൻ എന്റെ അടിമകളെ സൃഷ്ടിച്ചത് ശുദ്ധ പ്രകൃതിയിലാണ്. എന്നിട്ട് പിശാച് അവരുടെ അടുക്കലേക്ക് കടന്നു വന്നു. യാതൊരു തെളിവും പ്രമാണവും ഇല്ലാത്ത ശിർക്കിലേക്ക് അവരെ കൊണ്ടുപോയി. ഞാൻ നിഷിദ്ധമാക്കിയത് ആ പിശാച് അവർക്ക് അനുവദിച്ചു കൊടുത്തു. ഞാൻ അവർക്ക് അനുവദിച്ചു കൊടുത്തതിനെ പിശാച് നിഷിദ്ധമാക്കി കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പിശാച് മനുഷ്യവർഗത്തെ ആദ്യമായി തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കൊണ്ടുപോയതെന്ന് ഖുർആനും ഹദീസും ചരിത്രവും നമുക്ക് ഒരുപോലെ മനസ്സിലാക്കി തരും. ഈ ഘട്ടത്തിലാണ് മഹാനായ നൂഹ് നബി അല്ലാഹു നിയോഗിക്കുന്നത്. ആ പ്രവാചകൻ അവരുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, മനുഷ്യരെ, നിങ്ങൾ ശിർക്കിലാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ഇത് മഹാപാപമാണ്, പൊറുക്കപ്പെടാത്ത മഹാപാപം. നിങ്ങൾ പശ്ചാത്തപിക്കണം. അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് നിങ്ങൾ മടങ്ങണം. എങ്കിലേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ അള്ളാഹുവിന്റെ വായു ശ്വസിച്ചുകൊണ്ട് അവന്റെ വെള്ളം കുടിച്ചുകൊണ്ട് ജീവിക്കുവാൻ അർഹതയുള്ളൂ എന്ന പ്രവാചകൻ അവരോട് പറഞ്ഞു. 950 വർഷക്കാലമാണ് അദ്ദേഹത്തിന്റെ പ്രബോധനം. فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدْكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, പൊറുക്കലിനെ തേടുക, ശിർക്കിൽ നിന്ന് മടങ്ങുക, തൗഹീദിലേക്ക് പോവുക. എങ്കിലേ ശിർക്ക് ഒഴിവാക്കിക്കൊണ്ട് തൗഹീദ് സ്വീകരിച്ചെങ്കിലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അള്ളാഹുവിന്റെ അനുഗ്രഹമായ മഴ അവൻ നിങ്ങൾക്ക് വർഷിച്ചു തരൂ. ആ മഴ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തോട്ടങ്ങള് അവൻ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരൂ. നിങ്ങൾക്ക് സന്താനങ്ങളുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഈ ഭൂമി ലോകത്ത് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം, മഴയും കായികനികളും സമ്പത്തും സന്താനങ്ങളും ഉണ്ടാവണമെങ്കിൽ, ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അനുഗ്രഹദാതാവായ തമ്പുരാന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് അവനോട് വിളിച്ചു തേടിക്കൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന്റെ ഏകത്വം നിങ്ങൾ അംഗീകരിക്കണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹമായ മഴ തടയപ്പെടും. നിങ്ങൾക്ക് അവന്റെ അനുഗ്രഹമായ തോട്ടങ്ങള്, പഴങ്ങള്, കൈകനികള് നിഷേധിക്കപ്പെടും. നിങ്ങൾക്ക് സമ്പത്ത് നിഷേധിക്കപ്പെടും. നിങ്ങൾക്ക് സന്താനങ്ങൾ നിഷേധിക്കപ്പെടും. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനുള്ള അർഹത നിശേഷം തടയപ്പെടും എന്ന് മഹാനായ പ്രവാചകൻ അവരോട് പറഞ്ഞു. ആ വാക്കുകൾ അവർ ചെവിക്കൊണ്ടില്ല. അവർ ശിർക്കിൽ തന്നെ കഴിഞ്ഞുകൂടി. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുനിമിഷം ആസ്വദിക്കുന്ന ഈ മനുഷ്യൻ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ സന്മനസ്സില്ലെങ്കിൽ, നന്ദി കെട്ടവനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തർഹത, ഈ വായു ശ്വസിക്കാൻ എന്തർഹത, ഈ വെള്ളം കുടിക്കാൻ എന്തർഹത. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു നൂഹ് നബിയോട്, നൂഹേ, നീ ഒരു കപ്പലുണ്ടാക്കിക്കോ, നിന്റെ കൂടെയുള്ള അനുയായികളെ, വിശ്വാസികളെ ആ കപ്പലിൽ നീ കേറ്റിക്കോ എന്ന്.
നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് ചെയ്തു. നന്ദി കെട്ട ശിർക്ക് ചെയ്യുന്ന, നന്ദിയായി തൗഹീദ് അംഗീകരിക്കാത്ത ആളുകൾ അവരതാ പ്രളയത്തിലൂടെ നശിപ്പിക്കപ്പെടുന്നു. മഴ വർഷിക്കുകയാണ്, വെള്ളം കുളത്തിലും കിണറിലും തോട്ടിലും പുഴയിലും അടങ്ങിയില്ല. അത് പൊങ്ങി പൊങ്ങി വന്നു. അടുപ്പിൽ നിന്ന് പോലും ഉറവ പൊട്ടി. അടുപ്പിൽ നിന്ന് പോലും ഉറവ പൊട്ടി ഒഴുകി. ആ വെള്ളം അങ്ങ് ഉയർന്നപ്പോ ഈ കപ്പലിലുള്ളവർക്ക് മാത്രം രക്ഷ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിലനിൽപ്പിന്റെ സന്ദേശം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവൻ നന്ദി കാണിക്കേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തവനോട് അള്ളാഹു പറഞ്ഞു, മതിയടോ മതി, എന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചത് മതി. നിനക്കെന്റെ വായു ശ്വസിച്ചെന്റെ വെള്ളം കുടിച്ചെന്റെ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല. ആ പ്രളയത്തിൽ ആളുകൾ ഒന്നടങ്കം നശിപ്പിക്കപ്പെടുന്നു. ഭൂമുഖത്ത് പിന്നെ അവശേഷിക്കുന്നത് നിലനിൽപ്പിന്റെ സന്ദേശമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവർ മാത്രമാണ്. തലമുറകൾ മാറി വരുമ്പോൾ, പിശാചിന്റെ സ്വാധീനം കൂടി വരുമ്പോൾ, തൗഹീദിൽ നിന്നവരെ ശിർക്കിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം പിശാച് നിർവഹിക്കുമ്പോൾ, ആ മനുഷ്യൻ വീണ്ടും അതാ അന്ധവിശ്വാസത്തിൽ ശിർക്കിൽ കൂപ്പുകുത്തുന്നു. അപ്പോഴതാ വീണ്ടും ഒരു പ്രവാചകൻ കടന്നു വരുന്നു. മഹാനായ ഹൂദ് നബിയുടെ രംഗപ്രവേശം. യാ ഖൗമി ഉബ്ദുല്ലാഹ്, ഈ മനുഷ്യൻ ഈ മണ്ണിൽ തന്നെ ജീവിക്കാനുള്ള, വായു ശ്വസിച്ച് വെള്ളം കുടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനുള്ള അർഹത ലഭിക്കുന്നതിന് വേണ്ട ഈ സന്ദേശത്തിലേക്ക് അവരെ വിളിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് തന്നെയാണ് ആ പ്രവാചകൻ ചെയ്തത്. യാ ഖൗമി ഉബ്ദുല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ. അവനല്ലാതെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല. നിങ്ങൾ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് മഴയായി വർഷിക്കില്ല. അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് അർഹതയുണ്ടാവില്ല. ഈ മനുഷ്യന്മാര് ആ പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിച്ചില്ല. നന്ദി കെട്ടവരായി ജീവിച്ചു. റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നു, റബ്ബിനോട് നന്ദി കാണിക്കുന്നില്ല. റബ്ബിനെ തന്നെ നിഷേധിക്കുന്നവരും റബ്ബിൽ പങ്കു ചേർത്തുകൊണ്ട് ശിർക്ക് ചെയ്യുന്നവരും നിലനിൽപ്പിന്റെ നിദാനമായ തൗഹീദ് അവഗണിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരോട് അല്ലാഹു പറഞ്ഞു, മതിയടോ മതി, എന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചത് മതി, നിനക്കതിന് അർഹതയില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുങ്കാറ്റ് അടുപ്പിക്കുന്നത്. സബഅ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമാ ഫതറൽ ഖൗമ ഫീഹാ സർആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാബിയാ. നീണ്ട ആ മനുഷ്യന്മാർ കൊടുങ്കാറ്റടിച്ച് കൊടുങ്കാറ്റിൽപ്പെട്ട ഈത്തപ്പനത്തോട്ടത്തിലെ ഈത്തപ്പനകൾ കടപുഴകി വീണ് കിടക്കുന്ന പോലെ ആ മനുഷ്യന്മാർ തുടർച്ചയായി 7 രാത്രികളും 8 പകലുകളും ഒരാഴ്ച രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അടിച്ചു വീശിക്കൊണ്ടിരുന്ന കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്ന് നശിച്ചുപോയ ചിത്രം ഖുർആൻ വരച്ചു കാണിച്ചു തരുന്നു നമുക്ക്. എന്തേ പ്രശ്നം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിലനിൽപ്പിന്റെ സന്ദേശം, അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനുള്ള അർഹത നേടിക്കൊടുക്കുന്ന സന്ദേശം, സൃഷ്ടിപരമായ ലക്ഷ്യമായി നിശ്ചയിച്ച സന്ദേശം, ഏകദൈവ വിശ്വാസം, അത് അംഗീകരിക്കാത്തവനോട് അല്ലാഹു പറഞ്ഞു, മതിയടോ മതി, എന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചത് മതി എന്ന്. അവരുടെ കഥ കഴിഞ്ഞുപോയി. മഹാനായ ഹൂദ് നബിയും വിശ്വാസികളും മാത്രം ഭൂമുഖത്ത് അവശേഷിച്ചു. തലമുറകൾ മാറി വന്നപ്പോൾ വീണ്ടും പിശാചിന്റെ സ്വാധീനം, തൗഹീദിൽ നിന്നുള്ള വ്യതിചലനം, ശിർക്കിൽ അവർ ചെന്നുപെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബിയെ നിയോഗിക്കുന്നു. ആ പ്രവാചകൻ അവരോട് പറയേണ്ടതെന്താ? ആദ്യം പറയേണ്ടതെന്താ? കച്ചവടത്തിൽ കൃത്രിമം കാണിക്കരുതെന്നാണോ? മദ്യപിക്കരുതെന്നാണോ? വ്യഭിചരിക്കരുതെന്നാണോ? ഇതൊക്കെ തെറ്റു തന്നെയാണ്. ആ തെറ്റിന് അല്ലാഹു ശിക്ഷ നൽകി പിന്നെ അവരെ രക്ഷിച്ചെന്ന് വന്നേക്കും. അവരുടെ വിശ്വാസം ശരിയാണെങ്കിൽ
മറിച്ച് അവർക്ക് ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുവാനുള്ള ധാർമ്മികമായ അവകാശം നേടിക്കൊടുക്കുന്ന, ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനുള്ള അർഹത നേടിക്കൊടുക്കുന്ന, ഈ ഭൂമിയെ അനന്തരമെടുക്കുവാനുള്ള അർഹത നേടിക്കൊടുക്കുന്ന നിലനിൽപ്പിന്റെ സന്ദേശമാണ് ആദ്യം അവരോട് പറയേണ്ടത്. അതാണ് മഹാനായ ആ പ്രവാചകനും എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, തൗഹീദിലേക്ക് നിങ്ങൾ തിരിച്ചു വരുവിൻ, നിലനിൽപ്പിന്റെ സന്ദേശത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവിൻ എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞത്. പക്ഷേ ആളുകൾ ആ പ്രവാചകന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും തള്ളിക്കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ആസ്വദിക്കാനുള്ള അർഹത കളഞ്ഞു കുളിച്ചു അവർ. അവന്റെ ഭൂമിയിൽ തന്നെ ജീവിക്കുവാൻ അവർക്ക് അർഹതയില്ലാതായി. അവന്റെ വായു ശ്വസിക്കാനും വെള്ളം കുടിക്കുവാനുമുള്ള അർഹത അവർ കളഞ്ഞു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഘോരമായ ഇടിച്ചിയിലൂടെ ആ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞു. എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ്. ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ ആ നബിമാരൊക്കെ തന്നെ കടന്നു വന്നുകൊണ്ട് ആദ്യം പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു? അതാണ് ഞാൻ ഇത്രയും സമയം വിശദീകരിച്ചിട്ടുള്ളത്. كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد. നൂഹ് നബിയുടെ ജനത മുതൽ മുഹമ്മദ് നബിയുടെ തൊട്ടു മുമ്പ് ജീവിച്ചിരുന്ന തുബ്ബഅ വരേക്കുമുള്ള ജനതതികളുടെ ചരിത്രങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അവരൊക്കെ തന്നെ പ്രവാചകന്മാര് കൊണ്ടുവന്ന ഈ നിലനിൽപ്പിന്റെ സന്ദേശത്തെ തള്ളിക്കളഞ്ഞു. അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അർഹത നേടിക്കൊടുക്കുന്ന സന്ദേശത്തെ തള്ളിക്കളഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് നിലനിൽപ്പിന്റെ സന്ദേശം അവഗണിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ അവരിലേക്ക് ഇറങ്ങി. അത് യാഥാർത്ഥ്യമായി തീർന്നുവെന്ന് പൂർവകാല സമുദായങ്ങളുടെ ചരിത്രം സംക്ഷിപ്തമായി ഒരു വാക്യത്തിൽ ഒതുക്കിക്കൊണ്ട് അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നു. ഒരുപക്ഷെ തോന്നിയേക്കും അതൊക്കെ പൂർവ്വ സമുദായങ്ങളുടെ കഥ, നമുക്കതിലെന്തു കാര്യം, അത് നമുക്ക് ബാധകമാണോ? അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഖുർആനിലൂടെ ഒന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുൻ നൂറിലൂടെ വിവരിക്കുന്നത് വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമാ ഇസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനകും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നകും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനം ആർക്കാണ്? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്കാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക്, വിശ്വാസികളായ ആളുകളോടുള്ള വാഗ്ദാനം എന്താണ്? അള്ളാഹുവിന്റെ വാഗ്ദാനം ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം. ഈ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനുള്ള അർഹത, അതിനുള്ള അനുവാദവും അധികാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. ഭൂമിയെ അനന്തരമെടുക്കുവാനുള്ള അധികാരാവകാശങ്ങൾ അവർക്ക് നൽകും. കമാ ഇസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം, പൂർവീകരായ വിശ്വാസികൾക്ക് അതിനുള്ള അർഹത നൽകിയ പോലെ. ഇവിടെ ചില ആളുകൾ, മതരാഷ്ട്രവാദക്കാര് പറയാറുണ്ട്, ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കുവാനുള്ള ഖിലാഫത്തിനുള്ള അധികാരം നൽകുമെന്നാണ്. എന്നാൽ വിശ്വാസികൾക്കൊക്കെ, വിശ്വാസി സമൂഹത്തിനൊക്കെ എക്കാലവും ഭരണം നടത്തുവാൻ, ഭരിക്കുവാനുള്ള അധികാരം, സാഹചര്യം അല്ലാഹു നൽകിയിട്ടില്ല. അതുകൊണ്ട് ആയത്തിന്റെ അർത്ഥം അതാവാൻ നിർവാഹമില്ല. രാജാധികാരം ലഭിച്ചിട്ടുള്ള സുലൈമാൻ നബിയെ പോലെ, ദാവൂദ് നബിയെ പോലുള്ള പ്രവാചകന്മാരുണ്ട്. ഒരു രാജാവിന്റെ കീഴിൽ
ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ജീവിച്ച പ്രവാചകനായ യൂസുഫ് നബിയെ പോലുള്ളവരുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും ലഭിക്കാത്ത നബിമാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മഹാനായ മൂസാ നബിയോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വാസികള്, ആ വിശ്വാസികളെ അവിടെ നിന്ന് കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ഫറോവ അവസാനം ആ ഫറോവയിൽ നിന്ന് രക്ഷപ്പെടാനായി ജലാശയം മുറിച്ചു കടന്നുകൊണ്ട് പോയതിനു ശേഷം പിന്നാലെ പിടികൂടാൻ പുറപ്പെട്ട ഫിറഔനെയും സൈന്യത്തെയും അല്ലാഹു മുക്കിക്കൊന്നു. എന്നിട്ട് ആ ഭൂമിയിൽ അവർ കെട്ടിപ്പടുത്തിരുന്ന, അവർ നട്ടുപിടിപ്പിച്ചിരുന്ന ആ കോട്ടകൊത്തളങ്ങളും മറ്റു ജീവിത സൗകര്യങ്ങളും ആ തോട്ടങ്ങളും മറ്റ് ഫലദായക വൃക്ഷങ്ങളുമെല്ലാം ആ ഫറോവക്കും ഫറോവയുടെ അനുയായികൾക്കുമെല്ലാം ഭൂമിയെ അല്ലാഹു അനന്തരമാക്കി കൊടുത്തത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെയുള്ള വിശ്വാസികളാണ് പിന്നീട് അത് അനന്തരമെടുക്കുന്നതെന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇതുപോലെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അർഹത നൂഹ് നബിയുടെ കാലത്തെ പ്രളയത്തിന് ശേഷം വിശ്വാസികൾക്കാണ് നൽകിയിട്ടുള്ളത്. ഹൂദ് നബിയുടെ കാലത്തെ കൊടുങ്കാറ്റിന് ശേഷം വിശ്വാസികൾക്കാണ് നൽകപ്പെട്ടത്. സാലിഹ് നബിയുടെ കാലഘട്ടത്തിലെ ഘോരമായ ഇടിത്തീയിലൂടെ നശിപ്പിക്കപ്പെട്ട സമൂഹത്തിന്റെ ശേഷം മുവഹിദുകളായ ആളുകൾക്കാണ് നൽകപ്പെട്ടത്. ഇതുപോലെ ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും വിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കുവാനും ഭൂമിയെ അനന്തരമെടുക്കുവാനുമുള്ള അനുവാദവും അധികാരവും അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ മനസ്സിലാക്കി തരുന്നു. വലയുമക്കിനന്ന ലകും ദീനകുമുല്ലദി ഇർതദാ ലഹും, അല്ലാഹു അവർക്കായി തൃപ്തിപ്പെട്ട മതത്തിന് അല്ലാഹു ഭൂമിയിൽ വേരോട്ടമുണ്ടാക്കി സ്വാധീനമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, പേടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന അവർക്ക് അംന, നിർഭയത്വം, സമാധാനം അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. എന്തുകൊണ്ടാണ് മനുഷ്യന് ഇത് ലഭിക്കുന്നത്? ഒരു ഉപാധിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, അവർ എന്നെ മാത്രം ആരാധിക്കണം, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുതേ. തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ് ഭൂമി അനന്തരമെടുക്കാനുള്ള അനുവാദവും അധികാരവും നൽകുന്നത്. ആ തൗഹീദിന്റെ ആദർശത്തിനാണ് ഭൂമിയിൽ വേരോട്ടം നൽകുന്നത്. തൗഹീദുള്ള ആളുകൾക്കാണ് നിർഭയത്വം നൽകുന്നത്. ആ ഒരു കണ്ടീഷൻ നമുക്കും ബാധകമാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കി തരുന്നു. യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, അവർ എന്നെ മാത്രം ആരാധിക്കണം, യാതൊന്നിനെയും എന്നിൽ പങ്കു ചേർക്കരുതേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശുദ്ധമായ നിലനിൽപ്പിന്റെ സന്ദേശമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നവർക്കാണ് ഈ ഭൂമിയെ അനന്തരമെടുക്കുവാനുള്ള അധികാരാവകാശങ്ങൾ ഉള്ളതെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ധാർമ്മികമായ അവകാശം ആർക്കാണ്? അതുള്ളത് മുവഹിദുകളായ ഏകദൈവ വിശ്വാസികളായ ആളുകൾക്കാണ്. ഇനി പരലോകത്തിലോ? ആ കാര്യം പറയുന്നതിനു മുമ്പ് നമ്മളെ മനസ്സിലേക്ക് കടന്നു വരാവുന്ന ഒരു സംശയം കൂടി ഞാൻ പറഞ്ഞ് ദൂരീകരിച്ചു കൊള്ളട്ടെ. എങ്കിൽ പിന്നെ ഇക്കാലത്ത് കൊടിയ ശിർക്ക് ചെയ്യുന്ന ആളുകൾ മുസ്ലിമീങ്ങളിലുണ്ട്. മുസ്ലിങ്ങളല്ലാത്തവർ ശിർക്ക് ചെയ്യുന്നവരാണ് അധികവും. എന്നിട്ടെന്തേ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാത്തത്? മുസ്ലിമീങ്ങളെ പോലെ മുവഹിദുകളെ പോലെ മറ്റുള്ളവർക്കും ഈ വായുവും വെള്ളവും മറ്റനുഗ്രഹങ്ങളും ലഭിക്കുന്നത് എന്തേ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാത്തത് എന്നാരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ രണ്ടു കാരണങ്ങളാണ് അതിന് നമുക്ക് പറയുവാനുള്ളത്. ഒന്നാമത്തേത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. ഒരു സമൂഹത്തിൽ ഇസ്ലാഹ്, നവോത്ഥാനം, ശിർക്കിൽ നിന്നുള്ള മോചനം, തൗഹീദിലേക്കുള്ള വിളി,
ബിദ്അത്തിൽ നിന്ന് ഉള്ള മോചനം, സുന്നത്തിലേക്കുള്ള വിളി അത് നടന്നുകൊണ്ടിരിക്കുകയും നന്മ വരുത്തുന്ന ഇസ്ലാഹി പ്രവർത്തനം, നവോത്ഥാന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമൂഹത്തെ അല്ലാഹു നശിപ്പിക്കുകയില്ല എന്ന്. രണ്ടാമത്തെ കാരണം, ഏതൊരു പ്രവാചകനും അല്ലാഹു ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള അവസരം അവിടുന്ന് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലാഹുവേ, പൂർവ സമുദായങ്ങളെ നീ ഉന്മൂലനാശം വരുത്തിയ പോലെ എന്റെ സമുദായത്തെ നീ ഉന്മൂലനാശം വരുത്തരുതേ എന്ന പ്രവാചകന്റെ പ്രാർത്ഥനയുടെ പ്രത്യുത്തരമാണ് ഈ സമുദായം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളുടെ പേരിൽ ഉന്മൂലനാശത്തിന് വിധേയമാക്കപ്പെടാത്തത് എന്നർത്ഥം. എന്നാലും പടച്ച റബ്ബിന്റെ ഉണർത്തലുകൾ ഇടയ്ക്കിടയ്ക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊടുങ്കാറ്റിലൂടെ ആയിരങ്ങള്, പതിനായിരങ്ങള്, ലക്ഷങ്ങള് മരിച്ചു പോകുന്നു. പ്രളയത്തിലൂടെ, വെള്ളപ്പൊക്കത്തിലൂടെ ഇവിടെയും അവിടെയുമായി പതിനായിരങ്ങളും ലക്ഷങ്ങളും മരണപ്പെട്ടു പോകുന്നു. ഭൂകമ്പത്തിലൂടെ ഇതുപോലെ തന്നെ പതിനായിരങ്ങളും ലക്ഷങ്ങളും മരണപ്പെട്ടു പോകുന്നു. فَلَنُذِيقَنَّهُمْ مِنَ الْعَذَابِ الْأَدْنَى دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ. പരലോകത്ത് വെച്ച് വിചാരണയ്ക്ക് ശേഷം അതിഭയാനകമായ ശിക്ഷ നൽകുന്നതിനു മുമ്പ് ഈ ദുനിയാവിൽ വെച്ചു തന്നെ ചെറിയ ചെറിയ ശിക്ഷകൾ നാം അവരെ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തിന്? ലഅല്ലഹും യർജിഊൻ. ഈ ശിക്ഷ കാണുമ്പോൾ റബ്ബിനെ ഓർത്തുകൊണ്ട് അവർ റബ്ബിലേക്ക് മടങ്ങിയെങ്കിലോ, ഈ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് മടങ്ങിയെങ്കിലോ, ഈ കുഫറിൽ നിന്ന് ഈമാനിലേക്ക് മടങ്ങിയെങ്കിലോ, ഈ പാപങ്ങൾ കൈയൊഴിച്ച് പശ്ചാത്തപിച്ച് പുണ്യം ചെയ്യുന്നവരായി മാറിയെങ്കിലോ, നന്മയിലേക്ക് കടന്നു വരുന്നതിനു വേണ്ടി, അവരെ വിളിച്ചുണർത്തുന്നതിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ, ഇന്ത്യ രാജ്യത്തു തന്നെ പലപ്പോഴായി നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നാം അതിന് സാക്ഷികളാണ്. ദുനിയാവിനുള്ള അവസ്ഥ ഇതാണെന്ന് ഖുർആൻ പറഞ്ഞു തന്നുവെങ്കിൽ, ഈ തൗഹീദ് ഉൾക്കൊള്ളാത്ത, നിലനിൽപ്പിന്റെ സന്ദേശം ഉൾക്കൊള്ളാത്ത നന്ദികെട്ട മനുഷ്യന്മാർ പരലോകത്ത് അവരുടെ അവസ്ഥ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. നിലനിൽപ്പിന്റെ സന്ദേശം ആര് കൈയൊഴിച്ചുവോ, തൗഹീദ് ആര് കൈവിട്ടുവോ, ശിർക്കിലേക്ക് ആര് ചെന്നുപെട്ടുവോ, ആര് ശിർക്ക് ചെയ്തു പോയോ, സ്വർഗം അല്ലാഹു അവന് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ സകല അനുഗ്രഹങ്ങളും പരലോകത്ത് കുടിക്കൊള്ളുന്നത് സ്വർഗത്തിലാണ്. ആ അനുഗ്രഹത്തിലേക്ക് അവന് പ്രവേശനമില്ല, ആ സ്വർഗത്തിലേക്ക് അവന് പ്രവേശനമില്ല. ശിർക്ക് ചെയ്തവന് സ്വർഗം നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ. പിന്നെ എവിടേക്കാണ് അവന്റെ മടക്കം, അവന്റെ അഭയം? നരകത്തിലേക്കാണ് അവൻ തിരിച്ചെത്തുക. അവന്റെ അഭയസ്ഥാനം നരകമായിരിക്കും. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ശിർക്ക് ചെയ്ത അധർമ്മകാരികളായ, അക്രമികളായ ആളുകൾക്ക് പരലോകത്ത് ചെല്ലുമ്പോ അവരെ സഹായിക്കാൻ യാതൊരാളും ഉണ്ടാവുകയുമില്ല. ഇതാണ് പരലോകത്തെയും അവസ്ഥ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. മനുഷ്യനാണ് തെറ്റ് ചെയ്തേക്കും, തെറ്റ് ചെയ്താൽ തെറ്റ് അല്ലാഹു പുറത്തു കൊടുക്കും. എന്നാൽ ശിർക്കിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ശിർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല, അത് പൊറുക്കപ്പെടാത്ത മഹാപാപമാണ്. വേറെയുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പുറത്തു കൊടുക്കാൻ പല മാർഗങ്ങളും അല്ലാഹു ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്. നന്മകൾ ചെയ്യുന്നവർ ആ നന്മ
അവരുടെ തിന്മയെ മായ്ച്ചു കളയുന്നു. നന്മ ചെയ്യുന്നവൻ നന്മയുടെ ഫലമായി അവൻ ചെയ്ത തിന്മ അള്ളാഹു മായ്ച്ചു കളയുന്നു. പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ ഓരോ കാലടി വെക്കുമ്പോഴും പ്രതിഫലം കൂടിക്കൂടി വരും. അതോടൊപ്പം ഓരോ തിന്മയും മായ്ച്ചു കളയുന്നു, പൊറുത്തു തരുന്നു. പള്ളിയിൽ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, പുറത്തു കൊടുക്കണമേ അല്ലാ ഇദ്ദേഹത്തിന്, കരുണ കാണിക്കണമേ അല്ലാ ഇയാളോട്. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നു, അയാൾക്ക് പുറത്തു കൊടുക്കുന്നു. ഇങ്ങനെ മനുഷ്യന്റെ പാപം പൊറുക്കാൻ എന്തുമാത്രം വഴികളാണുള്ളത്. ആ കൂട്ടത്തിൽ 5 നേര നമസ്കാരം നിർവഹിക്കുന്ന മനുഷ്യൻ ളുഹർ നമസ്കരിച്ച് അസർ നമസ്കരിക്കുകയാണെങ്കിൽ ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അസർ നമസ്കാരത്തോടു കൂടി പൊറുക്കപ്പെടും. ഇങ്ങനെ 5 നേര നമസ്കാരങ്ങൾ കൊണ്ട് ആ 5 സമയങ്ങൾക്കിടയിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കപ്പെടും. ബാക്കി വല്ലതുമുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുത്ത മനുഷ്യൻ അടുത്ത വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഈ ജുമായിൽ പങ്കെടുക്കുന്നതിലൂടെ അവശേഷിക്കുന്ന തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അല്ലാഹു പുറത്തു തരും. ഇനിയോ ഈ ആഴ്ച തോറും ആവർത്തിക്കപ്പെടുന്ന ജുമായിൽ പങ്കെടുത്തുകൊണ്ട് തന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ ബാക്കി നിൽക്കുന്നുവെങ്കിൽ കഴിഞ്ഞ റമളാനിൽ നോമ്പെടുത്തൊരു മനുഷ്യൻ ഈ റമളാനിലും അയാൾക്ക് നോമ്പെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്നുവെങ്കിൽ ഈ ഒരു കൊല്ലക്കാലത്തിനിടയ്ക്ക് ഇനിയും പൊറുക്കപ്പെടാതെ ബാക്കി നിൽക്കുന്ന വല്ല തെറ്റോ കുറ്റമോ ഉണ്ടെങ്കിൽ ഈ നോമ്പ് വഴി അതും അല്ലാഹു അയാൾക്ക് പൊറുത്തു കൊടുക്കുന്നു. ഇങ്ങനെ മനുഷ്യന്റെ പാപങ്ങൾ പൊറുത്തു കൊടുക്കാനേറെ മാർഗങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ശിർക്ക് ഉൾപ്പെടുകയില്ല. അല്ലാഹു അത് പൊറുത്തു കൊടുക്കുകയില്ല. ശിർക്ക് ചെയ്തവൻ അത് ബോധ്യപ്പെട്ട് അതിൽ നിന്ന് പിന്മാറി അല്ലാഹുവിനോട് നേരിട്ട് പൊറുക്കലിനെ തേടുക തന്നെ ചെയ്യണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ മനുഷ്യൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ശിർക്കായ കുറ്റങ്ങള് മഹാപാപങ്ങള് അള്ളാഹു പുറത്തു കൊടുക്കില്ലെന്നാണ് പറയുന്നത്. ഇനി ശിർക്ക് പുറത്തു കൊടുക്കില്ലെന്ന് മാത്രമല്ല, ശിർക്ക് ചെയ്തവന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ഒരുപാട് നമസ്കരിച്ചു, ഒരുപാട് നോമ്പ് നോറ്റു, ദാനധർമ്മങ്ങൾ ഏറെ ചെയ്തു, പക്ഷെ അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഒരാള് ശിർക്ക് ചെയ്താൽ അയാളുടെ ശിർക്ക് എന്ന പാപത്തിനുള്ള ശിക്ഷ മാത്രമല്ല, അയാൾ ചെയ്തിട്ടുള്ള മുഴുവൻ പുണ്യകർമ്മങ്ങളും നിഷ്ഫലമായി പോകുന്നു എന്നതാണ്. അപ്പൊ അയാളുടെ നമസ്കാരത്തിന് പ്രതിഫലമില്ല, നോമ്പിനും ദാനധർമ്മങ്ങൾക്കും പുണ്യകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയും പരിഗണനയുമില്ല. ആ ശിർക്കിലൂടെ മുഴുവൻ നന്മകളും നിശേഷം നശിപ്പിക്കപ്പെട്ടു, അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുകൂടി ഖുർആൻ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതാണ് തൗഹീദിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അതിന്റെ ഒരു ദാർശനികമായ വശം ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇനി രണ്ടാമതൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് എന്താണ് തൗഹീദ് എന്നുള്ളതാണ്. നമുക്ക് ഏറെ കേട്ട് പരിചയമുള്ളതാണെങ്കിൽ തന്നെ ഒന്ന് പുതുക്കേണ്ടതുണ്ട്, അതൊന്ന് ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ തൗഹീദ് 100 കണക്കിന് ആയത്തുകളിലൂടെ വിവരിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവും രക്ഷിതാവും ഉണ്ട്, അവൻ അല്ലാഹുവാണ്. ഇത്ര പറഞ്ഞ തൗഹീദാകുമോ? ഇല്ല. ഇത് മക്കത്തെ മുശ്രിക്കീങ്ങൾ പോലും
വിശ്വസിച്ച കാര്യമാണ്, സമ്മതിച്ച കാര്യമാണ്. വലയിൻ സാൽതഹും മൻ ഖലഖഹും, അവരെ സൃഷ്ടിച്ചതാരാണെന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ് എന്നവർ പറയും. ലാത്തയാണ് ഞങ്ങളെ സൃഷ്ടിച്ചതെന്ന് അവരാരും വിശ്വസിച്ചിട്ടില്ല. ഉസ്സയാണെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. വലയിൻ സാൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്നല്ലാഹ്, ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചതാരാ? അല്ലാഹുവാണെന്നാണ് അവരുടെ മറുപടി. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് ഭൂമിയിൽ നിന്ന് ധാന്യങ്ങളും പഴങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾക്ക് റിസ്ഖ് ഉപജീവനം നൽകുന്നതാരാ? ജീവിപ്പിക്കുന്നതാരാ? മരിപ്പിക്കുന്നതാരാ? നിങ്ങളുടെ കാഴ്ചയും കേൾവിയും ഒക്കെ നിയന്ത്രിക്കുന്നതാരാ? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതാരാ? ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരമാർക്കാ? അള്ളാഹുവിന് എന്നാണ് മുശ്രിക്കുകൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും പറഞ്ഞതുകൊണ്ട്, വിശ്വസിച്ചതുകൊണ്ട് ഒരാള് വിശ്വാസിയാവില്ല. കാരണം ഇതൊക്കെ വിശ്വസിച്ച മക്കക്കാരെ മുശ്രിക്കുകൾ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അവൻ എന്നെ സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, രക്ഷിക്കുന്നത്, അന്നദാതാവ്, നിയന്താവ്, പരമാധികാരി അള്ളാഹുവാണ്. അത് വിശ്വസിക്കണം. പക്ഷെ അതുകൊണ്ടായില്ല. ആ അള്ളാഹുവിന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ അത് അംഗീകരിക്കണം. അവന്റെ സത്തയിൽ ഏകനാണെന്ന പോലെ അവന്റെ ഗുണനാമ വിശേഷണങ്ങളിലും അവൻ ഏകനാണ്. അവൻ കാണുന്നത് പോലെ മറ്റുള്ളവർ കാണില്ല. അവൻ കേൾക്കുന്നത് പോലെ മറ്റുള്ളവർ കേൾക്കില്ല. അവൻ അറിയുന്നത് പോലെ മറ്റുള്ളവർ അറിയില്ല. അവൻ സഹായിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് സഹായിക്കാൻ കഴിയില്ല. അവന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, അതിലുള്ള ഏകത്വം. അള്ളാഹ് കേൾക്കുന്നത് പോലെ മുഹീദ്ദീൻ ശൈഖ് കേൾക്കുമെന്നോ, ബദരീങ്ങൾ കാണുമെന്നോ, മമ്പുറത്തെ തങ്ങൾ സഹായിക്കുമെന്നോ, നാഗൂരാണ്ടവര് രോഗം സുഖപ്പെടുത്തി തരുമെന്നോ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പങ്കുചേർക്കലാണ്. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ അവൻ ഏകനാണെന്ന് വിശ്വസിക്കണം. അത് നിഷേധിക്കാനും പാടില്ല, വ്യാഖ്യാനിക്കാനും പാടില്ല. ഉള്ളത് ഉള്ള പോലെ സ്വീകരിക്കണം. وَإِذَا قِيلَ لَهُمُ اسْجُدُوا لِلرَّحْمَنِ قَالُوا وَمَا الرَّحْمَنُ, മക്കത്തെ മുശ്രിക്കീങ്ങളോട് റഹ്മാനായ റബ്ബന്, റഹ്മാന് നിങ്ങൾ സുജൂദ് ചെയ്യുവിൻ എന്ന് പറയപ്പെട്ട അവര് ചോദിക്കും, വമർ റഹ്മാൻ, ഏതാണ് ഈ റഹ്മാൻ? അള്ളയാണ് സൃഷ്ടാവ്, രക്ഷിതാവ്, അന്നദാതാവ്, നിയന്താവ്, പരമാധികാരി എന്നൊക്കെ പറഞ്ഞിരുന്ന, വിശ്വസിച്ചിരുന്ന, അംഗീകരിച്ചിരുന്ന അവരോട് ആ അല്ലാഹ് റഹ്മാനാണെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുകയില്ല. ആ അല്ലാഹ് റഹ്മാനാണെന്ന് അവർ അംഗീകരിക്കില്ല. ലാ നഅരിഫു ഇല്ലാ റഹ്മാനൽ യമാമ, യമാമയിലെ ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവര് പ്രശ്നം വെക്കാനും പരിഹാരം തേടാനും സമീപിക്കുന്ന ജ്യോത്സ്യൻ. ആ ജ്യോത്സ്യനെയാണ് റഹ്മാനായി അവർ അംഗീകരിച്ചിരുന്നത്. അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന വിശേഷണം അവന്റെ അടിമകളിൽപ്പെട്ട ജ്യോത്സ്യന് വകവെച്ചു കൊടുത്തുകൊണ്ട് അവർ ശിർക്കിലേക്ക് പോയി. ഈ റഹ്മാനായ റബ്ബിനോട് തന്റെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ, തന്നെ ബാധിക്കുന്ന ദോഷത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ മനുഷ്യൻ തേടണം. ആ തേട്ടം എപ്പോഴാണ് മനുഷ്യൻ സഹായം തേടുന്നത്? ഒരാൾക്ക് സ്വന്തം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്നത്. മറ്റുള്ളവരുടെ സഹായം രണ്ടു വിധത്തിലാണ്. ഒന്ന്, എന്റെ കയ്യിലുള്ള ഈ മൊബൈൽ താഴെ വീണു, എനിക്ക് കുനിഞ്ഞത് എടുക്കാൻ കഴിയില്ല,
ഇവിടെ തൊട്ടടുത്തൊരു കുട്ടിയുണ്ട്, കുട്ടി അതൊന്ന് എടുക്കൂ എന്ന് ആ കുട്ടിയോടൊരു സഹായം ചോദിക്കാം. എനിക്ക് കഴിയാത്തത് കൊണ്ടാണ്, ഇറങ്ങാൻ വയ്യ, കുനിയാൻ വയ്യ, അതെനിക്ക് കിട്ടണം. സ്വന്തം കഴിയില്ല, മറ്റൊരാളുടെ സഹായം കിട്ടണം. അവിടെയാണ് സഹായം ആവശ്യപ്പെടുന്നത്, സഹായം തേടുന്നത്. ഇത് ജീവനുള്ളൊരു മനുഷ്യനോട്, ഹാജറുള്ളൊരു മനുഷ്യനോട്, കഴിവുള്ളൊരു മനുഷ്യനോട് അയാളുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കാം. 4 ഉപാധികളാണ്. 1 മനുഷ്യനാവണം, 2 ജീവനുള്ളവനാകണം. ജിന്നിനോടും മലക്കിനോടും പറ്റില്ല, മരിച്ച മനുഷ്യനോട് പറ്റില്ല. ഹാജറുള്ളവനാവണം. സ്ഥലത്തില്ലാത്ത ഒരാളോട് ഇവിടെ നിന്നങ്ങ് പറഞ്ഞാൽ എന്റെ വിളി ബാഗ്ദാദിലുള്ള, മക്കത്തുള്ള, അമേരിക്കയിലുള്ള മനുഷ്യൻ കേൾക്കും. മൊബൈലിലല്ല, ഇമോയിലൂടെയല്ല, സ്കൈപ്പിലൂടെയല്ല, നേരെ മറിച്ച് സാധാരണ രീതിയിലുള്ള വിളി വിളിച്ചാൽ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നത് ശിർക്ക് തന്നെ. അതേപോലെ തന്നെ കഴിയാത്ത കാര്യം, ഒരു മനുഷ്യന്റെ കഴിവ്, ആ കഴിവിൽപ്പെട്ട കാര്യമായിരിക്കണം ചോദിക്കേണ്ടത്. ഈ 4 ഉപാധി അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് സഹായം ചോദിക്കാം. وتعاونوا على البر والتقوى ولا تعاونوا على الاثم والعدوان. അത്തരമുള്ള സഹായം ചോദിക്കുന്നതും നൽകുന്നതും ഇസ്ലാം അനുവദിച്ചതും പ്രോത്സാഹിപ്പിച്ചതും പുണ്യകരവുമാണ്. എന്നാൽ ചില കാര്യങ്ങൾ തന്റെ കഴിവിന്, മനുഷ്യ കഴിവിന് അതീതമായതാണ്. തനിക്ക് ഇനി ഒരു നിവൃത്തിയുമില്ല, തന്റെ കഴിവിന്റെ പരിധിക്കപ്പുറത്താണ്, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ്. അവിടെയും മനുഷ്യൻ സഹായം ചോദിക്കും. ഏകദൈവ വിശ്വാസിയാണെങ്കിൽ സൃഷ്ടിച്ച റബ്ബിനോട്, എല്ലാറ്റിനും കഴിവുള്ള അല്ലാഹുവിനോടാണ് തേടുക. ശിർക്ക് ചെയ്യുന്ന ആളുകൾ മഹാന്മാരാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അത്തരക്കാരോടാണ് വിളിച്ചു തേടുക. ഈ തേട്ടം മനുഷ്യ കഴിവിന് അതീതമായ രീതിയിൽ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ സഹായം ലഭിക്കുന്നതിനു വേണ്ടി സഹായം തേടുക എന്ന ആ തേട്ടം അത് അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ. അതാണ് ദുആ, ഇസ്തിഗാസ എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ പുഴയിലേക്കങ്ങ് വീണു, പുഴ നിറയെ വെള്ളം നിറഞ്ഞു നിൽക്കും. തൊട്ടുപുറത്ത് തന്റെ കൂടെ പുഴക്കരയിൽ നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ വിളിക്കാണ്, അബൂക്കറെ, മുഹമ്മദേ, അല്ലെങ്കിൽ ജോസഫേ, അല്ലെങ്കിൽ രാമ. ആരാണ് അവിടെ നിൽക്കുന്നത്? ഈ രാമൻ, ഈ ജോസഫ്, ഈ അബൂബക്കർ. ഞാൻ വീഴുന്നത് കാണുന്നുണ്ട്, എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. മനുഷ്യനാണ്, അയാൾക്ക് നീന്തി വന്നോ, മറ്റു തോടി അഴിച്ചു കൊണ്ടുവന്നോ, എന്നെ പിന്തുടർന്ന് എന്നെ മുങ്ങി മരിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാനാകും എന്ന് കരുതിക്കൊണ്ടാണ് അബൂക്കറെ എന്നെ പിടിച്ചോ, രാമ, ജോസഫേ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിളി കേൾക്കുന്നിടത്ത് ജീവനുള്ള, ഹാജറുള്ള മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ കഴിവിൽപ്പെട്ട സഹായമാണ് ചോദിക്കുന്നത്, ഒരു കുഴപ്പവുമില്ല. എന്നാൽ അന്ധവിശ്വാസിയായ ഒരു മുസ്ലിം, ബദരീങ്ങളെ എന്നെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖേ എന്നെ രക്ഷിക്കണേ, മമ്പർത്തങ്ങൾ പാപ്പാ എന്നെ പിടിക്കണേ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ മമ്പർത്തങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ വിളി കേട്ടുകൊണ്ടുണ്ട്, നീന്തി വന്ന് എന്നെ രക്ഷിക്കുന്നതാണോ? അല്ല. ഈ മുഹീദ്ദീൻ ശൈഖ് ബാഗ്ദാദിൽ ജീവിച്ച് അവിടെ മരിച്ച് മരിച്ചുപോയ മുഹീദ്ദീൻ ശൈഖ് ഇവിടെ ഉണ്ട്. ഇത് കേട്ട് വന്ന് നീന്തി വന്ന് എന്നെ പിടിച്ച് രക്ഷിക്കും, തോണിയുമായി വന്ന് എന്നെ പിടിച്ച് രക്ഷിക്കുമെന്ന അല്ല. അമുസ്ലിമായ ഒരു മനുഷ്യൻ, ഒരു ക്രിസ്ത്യാനി
കർത്താവേ, യേശുവേ, എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഉദ്ദേശിക്കുന്നത് എന്താ? യേശു ക്രിസ്തു ഇവിടെ തൊട്ടടുത്തുണ്ട്, നീന്തി വരും, എന്റെ കൈ പിടിച്ച് കയറ്റുന്നാണോ? അല്ല. അതേപോലെ തന്നെ ഹൈന്ദവ വിശ്വാസപ്രകാരം അവരുടെ ഒരു ദൈവത്തെ ഒരു ഹിന്ദു ഇതുപോലെ പുഴയിൽ വീഴുമ്പോൾ വിളിച്ചുകൊണ്ട് രാമ എന്നോ കൃഷ്ണ എന്നോ വിളിക്കുന്നുവെങ്കിൽ ഈ രാമനും കൃഷ്ണനും പുഴക്കരയിലുണ്ട്, എന്റെ വിളി കേൾക്കുന്നുണ്ട്, നീന്തി വന്നെന്നെ പിടിക്കും, തോണിയുമായി തുഴഞ്ഞുകൊണ്ട് എന്റെ അടുക്കൽ വരും, എന്നിട്ട് എന്നെ രക്ഷിക്കുമെന്നാണോ വിശ്വസിക്കുന്നത്? അല്ല. പിന്നെ ആ വിശ്വാസം എന്താ? എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിയാത്ത വഴിയിൽ, അജ്ഞാതമായ മാർഗത്തിൽ, അദൃശ്യമായ മാർഗത്തിൽ, അഭൗതികമായ മാർഗത്തിൽ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ എന്നെ സഹായിക്കാനുള്ള കഴിവ് ഈ കൃഷ്ണനുണ്ട്, യേശുക്രിസ്തുവിനുണ്ട്, ബദരീങ്ങൾക്കുണ്ട് എന്നാണ് ആ വിളിക്കുന്നവരൊക്കെ വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് ഒപ്പം കുളിക്കാൻ വന്ന, അല്ലെങ്കിൽ പുഴക്കരയിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ പുഴവക്കത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാല് തന്നെ പുഴയിലേക്ക് വീഴുമ്പോ വിളിച്ചാൽ ഇദ്ദേഹം ഇവിടെ ഉണ്ടെന്നും എന്റെ വിളി കേൾക്കുമെന്നും അയാൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്നും കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിളിയാണ്, പ്രതീക്ഷയാണ്, ചോദ്യമാണ്, സഹായമാണ് ആവശ്യപ്പെടുന്നത്. അത് ആവാം, അത് വിരോധമില്ല. അതല്ലാത്ത കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായതേട്ടം അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നതൊക്കെ അദൃശ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലാണ്. അത് അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോടും പാടില്ല. ആ തേട്ടം അതാണ് ഇബാദത്ത്, ആരാധന. അങ്ങനെ ഒരു തേട്ടം ഉൾക്കൊള്ളുന്നതെല്ലാം ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥനയും പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും ആരാധനയാണ്. ഇതിലാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് പിഴവ് പറ്റിയത്. അവര് കപ്പലിൽ കയറി കാറ്റും കോളും വന്ന് കപ്പൽ മുങ്ങുമെന്ന് തോന്നി മരണത്തെ മുന്നിൽ കണ്ടാൽ അല്ലാ എന്ന് പറഞ്ഞ അള്ളാനോട് മാത്രം വിളിച്ചു തേടും. ആ കടലിൽ നിന്ന് അള്ള കരയിലേക്ക് അവരെ രക്ഷപ്പെടുത്തിയാലോ ഇദാഹും യുശ്രികൂൻ, ലാത്തേ എന്ന് വിളിച്ച് ലാത്തനോട് തേടും, പ്രാർത്ഥനയിൽ പങ്കുചേർക്കും, മുശ്രിക്കുകളായി മാറും. അപ്പൊ മക്കയിലെ മുശ്രിക്കീങ്ങളെ മുശ്രിക്കാക്കിയത് ആരാധനയിൽ, പ്രാർത്ഥനയിൽ, നേർച്ചയിൽ അള്ളാഹുവിൽ അവർ പങ്കുചേർത്തു എന്നതാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ ഭൂരിപക്ഷം ആളുകളും മുശ്രിക്കുകളായിക്കൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. അള്ളയാണ് റബ്ബ്, അള്ളയാണ് സൃഷ്ടാവ്, അള്ളയാണ് രക്ഷിതാവ്, അള്ളയാണ് അന്നദാതാവ്, അള്ളയാണ് നിയന്താവ് എന്നൊക്കെ പറയും. പ്രാർത്ഥനയിൽ പങ്കുചേർക്കും, നേർച്ചയിൽ പങ്കുചേർക്കും, അള്ളാഹുവിന്റെ നാമത്തിൽ പങ്കുചേർക്കും, വിശേഷണങ്ങളിൽ പങ്കുചേർക്കും. അങ്ങനെ മുശ്രിക്കുകളായിക്കൊണ്ടുള്ള വിശ്വാസികളാണ് അവർ. മുവഹിദുകളല്ല, മുശ്രിക്കുകളാണ് എന്നർത്ഥം. അപ്പൊ തൗഹീദ് ഈ കാണുന്ന 3 കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളുന്നതാണ്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. ആകാശഭൂമികളെ അവക്കിടയിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ
തൗഹീദുർ റുബൂബിയ്യ, സൃഷ്ടിപ്പിലും രക്ഷാധികർത്തൃത്വത്തിലുമുള്ള ഏകത്വം. ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദത്തിഹി, ആ റബ്ബിനെ തന്നെ നീ ആരാധിക്കണം. ആരാധനയിലുള്ള ഏകത്വം തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ ഇബാദ. ഹൽ തഅലമു ലഹു സമീയ, അവന് നാമമൊത്ത ആരെങ്കിലും നിനക്കറിയുമോ? അവന്റെ നാമത്തിൽ ഏകനാണ്, പങ്കുചേർക്കാൻ പാടില്ല. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, ഈ 3 വശങ്ങൾ ചേർന്നതാണ് തൗഹീദ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷാധികർത്തൃത്വത്തിലുള്ള അള്ളാഹുവിന്റെ ഏകത്വം ഒന്ന്. ആ സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹു അവന്റെ നാമത്തിലും വിശേഷണങ്ങളിലും ഏകനാണെന്ന തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് 2. ആ അള്ളാഹുവിനോട് മാത്രമേ തേടാവൂ, വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അവന്റെ മുമ്പിലെ തലകുനിക്കാവൂ, നമസ്കരിക്കാവൂ, ആരാധനകൾ അർപ്പിക്കാവൂ എന്ന തൗഹീദുൽ ഉലൂഹിയ്യ 3. ഇത് 3 കൂടി ചേർന്നതാണ് തൗഹീദ്. ഇതിൽ ഏത് കാലത്തും മനുഷ്യൻ വഴിപിഴച്ചു പോകുന്നത് ഈ തൗഹീദിന്റെ ഇപ്പറഞ്ഞ 2 വശങ്ങളിലാണ്. അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും, അവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്. അവന് മാത്രം അർപ്പിക്കേണ്ട ദുആ, ഇബാദ, ആരാധന, അവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് മുശ്രിക്കുകളായി പോകുന്നത് മനുഷ്യൻ. അതുകൊണ്ടാണ് നബിമാർ ഈ കാര്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനവും ഈ വശത്തിന് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ജനിക്കുമ്പോഴേ മുജാഹിദാണ്, അല്ലെങ്കിൽ എന്റെ മഹല്ല് മുജാഹിദ് മഹല്ലാണ്. ശിർക്കൊക്കെ ഒഴിവാക്കി കൈയൊഴിച്ച് നമ്മൾ ശുദ്ധ മുവഹിദുകളായതാണ്. ഇനി ഇവിടെ ഇപ്പൊ എങ്ങനെ ശിർക്ക് വരുമോ? അങ്ങനെ ധൈര്യപ്പെട്ടിരിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇബ്രാഹിം നബിനെ പറ്റി അള്ളാഹ് പറയാ. ആരാ ഇബ്രാഹിം നബി? ചെറുപ്പത്തിൽ തന്നെ വിവരവും വിവേകവും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഉപ്പാനോട് ബിംബാരാധനക്കെതിരിൽ വാഗ്വാദം നടത്തി, സംവാദം നടത്തി, അവസാനം പരാജിതനായ ഉപ്പ എറിഞ്ഞുകൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ഇബ്രാഹിം നബി ദേവാലയത്തിൽ കയറി ക്രിയാത്മകമായി വിഗ്രഹങ്ങൾ കേൾക്കില്ല, ഉത്തരം തരില്ല, സഹായിക്കില്ല എന്ന് തെളിയിച്ച് അതിന്റെ പേരിൽ അവസാനം അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ട ഇബ്രാഹിം നബി, തൗഹീദിന്റെ കേന്ദ്രമായ കഅബാലയം പണിതുയർത്തിയ ഇബ്രാഹിം നബി, ആ ഇബ്രാഹിം നബി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. പടച്ചോനെ, എന്നെയും എന്റെ മക്കൾ ബിംബാരാധനയിൽ നിന്ന്, ശിർക്കിൽ നിന്ന് നീ രക്ഷിക്കണേ. ഇബ്രാഹിം നബിക്ക് പോലും ഈ ശിർക്കിന്റെ കാര്യത്തിൽ പേടിയായിരുന്നു. ജാഗ്രത കൈക്കൊണ്ടു അദ്ദേഹം. എന്നെ കുട്ടികളെ ശിർക്കിന്ന് രക്ഷപ്പെടുത്തണേ. ഈ ഒരു ബോധം യാക്കൂബ് നബി മരിക്കാൻ നേരത്ത് മക്കളൊന്നായിട്ട് വിളിച്ചു വരുത്തി. സ്വത്ത് എങ്ങനെ ഓരിക്കണമെന്ന് പറയാനല്ല, വേറെന്തെങ്കിലും കാര്യം പറയാനല്ല. എന്റെ മക്കളെ, നിങ്ങൾ എന്റെ ശേഷം ഇപ്പൊ മരിച്ച നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഈ തൗഹീദിൽ ഉറച്ചു നിൽക്കുവോ? അതാണ് ആ ഉപ്പാക്ക് അറിയേണ്ടത്. അതാണ് അവസാനത്തെ വസിയ്യത്ത്. ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വനഹ്നു ലഹു മുസ്ലിമൂൻ. ആ മക്കൾ പറഞ്ഞു, ഉപ്പാന്റെ പൂർവ്വപിതാക്കളായ ഇസ്ഹാഖ്, ഇസ്മാഈൽ, ഇബ്രാഹിം നബിയൊക്കെ ആരാധിച്ച ഏകനായ അള്ളാഹ്, ആ അള്ളാഹിനെ തന്നെ ഞങ്ങൾ ആരാധിക്കൂ. ആ തൗഹീദിൽ ഞങ്ങൾ വിട്ടുപോകൂലപ്പാ. അത് കേട്ട് മരിച്ചു പോകാനാണ് യാക്കൂബ് നബി ആഗ്രഹിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് തെരഞ്ഞെടുത്തയച്ച നബിയല്ലേ. ആ നബി തൗഹീദ് പറഞ്ഞതിന്റെ പേരിലല്ലേ നബിനെ പറ്റി സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ പ്രവർത്തനത്തിലോ മറ്റു കാര്യങ്ങളിലോ വല്ല ആക്ഷേപം ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. കണ്ണിലുണ്ണിയ, സ്നേഹാദരവ് പിടിച്ചു പറ്റിയ,
അൽ അമീൻ എന്ന വിശ്വസ്തൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ആളാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ചീത്ത കേട്ടു, ആക്ഷേപം കേട്ടു, വിമർശനങ്ങള്, കല്ലേറ്, വെട്ട്, നാടുകടത്തല്, എന്തെല്ലാം നബിക്ക് സഹിക്കേണ്ടി വന്നു. അവിടെ മുതൽക്കാണ് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ദിവസം നേരം വെളുക്കോളം മക്കത്തെ മുശ്രിക്കുകളിലെ പ്രമാണിമാര് ഇരുന്ന് വർത്താനം പറഞ്ഞു. അവരെ വർത്താനത്തിന്റെ ചുരുക്കം, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ആയി പ്രശ്നം, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാം. ഇതൊന്നും നമുക്ക് അവസാനിപ്പിക്കാനുള്ള ഒരു ഫോർമുല. എന്താ ഫോർമുല? ഏതായാലും മുഹമ്മദ് ബിംബത്തെ ആരാധിക്കൂല, അത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഈ കഅബത്തിന്റെ അടുക്കൽ ഇങ്ങനെ വരുമ്പോ ഞങ്ങളെ ബിംബത്തിനെ കാണുമ്പോ ഒന്ന് കൈകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചാണ്, എന്നാ നമ്മൾ തമ്മിലുള്ള ഈ തർക്കമൊക്കെ തീർക്കാം. ഇന്നേറ്റ അങ്ങനെ ഒരു ഫോർമുലയായിട്ട് ആരെങ്കിലും വന്ന അത് വാരിപ്പുണരാനും അത് സ്വീകരിക്കാനും ന്യായീകരിക്കാനും പലരും ഉണ്ടാവും. എന്താ കയ്യെന്നാണ് ചൂണ്ടിയാ മനസ്സത്തെ തൗഹീദ് ചോർന്നു പോകുമോ? എന്തേ ബിംബത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിയാൽ ആ ബിംബം വിരലിന്റെ ഉള്ളിൽ കൂടി കേറി മനസ്സിന്റെ ഉള്ളിൽ കേറി ഇരിക്കുവോ? ഇങ്ങനെയൊക്കെ പറയാൻ ആളുണ്ടാവും. പക്ഷേ അള്ളാഹ് നബിനോട് പറയാ, وَإِنْ كَادُوا لَيَفْتِنُونَكَ عَنِ الَّذِي أَوْحَيْنَا إِلَيْكَ لِتَفْتَرِيَ عَلَيْنَا غَيْرَهُ وَإِذًا لَاتَّخَذُوكَ خَلِيلًا. നാം നിനക്ക് വഹിയായി നൽകിയ ഈ നിലനിൽപ്പിന്റെ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്, അതിൽ നിന്ന് നിന്നെ കുഴപ്പത്തിലാക്കാറായി അവർ. എന്തിനാണ് അവരിതൊക്കെ പറഞ്ഞ് കുഴപ്പത്തിലാക്കുന്നത്? ലിതഫ്തരിയ അലൈനാ ഗൈറ, ഞാൻ പറയാത്തത് എന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ബിംബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കാണിക്കും, മുഹമ്മദ് ഇങ്ങനെ കാണിക്കും, രണ്ടും ഒന്നെന്നെ എന്ന് പറയില്ല. പിന്നെ തൗഹീദിന്റെയും ശിർക്കിന്റെയും ഇടയ്ക്കുള്ള വരമ്പണ്ട് മാഞ്ഞു പോകും, വേലിയണ്ട് പൊളിഞ്ഞു പോകും, ആ മറയണ്ട് ഇല്ലാതായി പോകും. പിന്നെ തൗഹീദും ശിർക്കും തമ്മിൽ വ്യത്യാസമില്ലാതാകും. പക്ഷെ ഇവരെ വർത്താനത്തിന്റെ ഉൾക്കൊണ്ട് ഇത് ആ പറഞ്ഞത് നബി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവര് നബിയെ വളരെ പ്രിയപ്പെട്ടവനായി അംഗീകരിക്കും, വളരെ പ്രിയപ്പെട്ടവനായി അവര് അംഗീകരിക്കും നബിയെ. പക്ഷേ വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിൻത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ, നാം നിന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ തൗഹീദിൽ നാം നിന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നീ കുറേശ്ശെ അവരിലേക്ക് ചാഞ്ഞു പോകാറാകുമായിരുന്നു. ഈ തൗഹീദിന്റെയും ശിർക്കിന്റെ ഇടയ്ക്കുള്ള വരമ്പ് അത് കൊത്തിക്കളച്ച് കളയാനാണ് ഓര് ശ്രമിച്ചത്. പക്ഷെ അള്ളാഹ് നബിനെ അവിടെ ഉറപ്പിച്ചു നിർത്തി. ഇല്ലെങ്കിൽ നബി അങ്ങോട്ട് കുറേശ്ശെ ചാഞ്ഞു പോകാറാകുമായിരുന്നു. മുഹമ്മദ് നബിനെ പറ്റി അള്ളാഹ് പറഞ്ഞു. പിന്നെ നമ്മളൊക്കെ ചാഞ്ഞു പോകൂലേ, നമ്മളൊക്കെ ചായച്ചു കൊണ്ടുപോകൂലേ, നമ്മളൊക്കെ വശീകരിക്കൂലേ? ഈ തൗഹീദിലുള്ള കണിശതയിൽ നിന്ന് നമ്മളൊക്കെ പിടിച്ചുകൊണ്ടാകാൻ എത്ര എളുപ്പമായിരിക്കും. ഒരു താക്കീതും കൂടി അള്ളാഹ് പറഞ്ഞു, ഇതല്ല അദഖനാക ദഅഫൽ ഹയാത്ത് വദഅഫൽ മമാത്ത് ثم لا تجد لك علينا نصيرا. നീ എങ്ങാനും ചാഞ്ഞു പോയാല് ഇരട്ടിക്കിരട്ടി ശിക്ഷയാണ് നൽകുക നിനക്ക്. പടച്ചോന്റെ താക്കി ഓരാഗ്രഹിക്കണ് കുറച്ചൊന്നാണ്ട് ചാഞ്ഞു കൊടുത്താ ഒരു തോന ഇങ്ങോട്ട് ചായും, ഒരു ലേശം ഒന്നാണ്ട് സോപ്പാക്കി കൊടുത്താ വല്ലാതെ സോപ്പ് പോയിട്ട് ഇങ്ങോട്ട് വരും. അങ്ങോട്ട് ചായണ്ട, ചെരിയണ്ട, നേർക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തൗഹീദിൽ നേർക്ക് നേരെ പോയാ മതി. അതാണ് അള്ളാഹുവിന്റെ ആജ്ഞ നബിയോട്. പക്ഷേ അവരിൽ നബിയെ
ആ മക്കയിൽ നിന്ന് പുറത്താക്കാനുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചത്. ഈ കണിശമായ തൗഹീദിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ, ആ തൗഹീദ് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ നബിയെ പുറത്താക്കാനാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ ഒരു പുറത്താക്കിയാൽ എന്നെ പുറത്താക്കിയ പിന്നെ അധികകാലൊന്നും ഓരും അവിടെ ജീവിക്കൂല. മുഹമ്മദ് നബിനെ മക്കത്ത് നിന്ന് ഒരു പുറത്താക്കിയില്ലേ, നാട് കടത്താൻ ശ്രമിച്ചു, നബി ഹിജറ പോയല്ലോ. അധികം കഴിഞ്ഞില്ല, 2 കൊല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് മക്കയിലെ നേതൃത്വം കൊടുത്ത പ്രമാണിമാരിൽ 70 ആളുകൾ ബദറിൽ വെച്ച് കൊല്ലപ്പെട്ടു. ആ പ്രമാണിമാരിൽപ്പെട്ട മറ്റ് 70 ആളുകൾ ബദറിൽ തടവിലാക്കപ്പെടുകയും ചെയ്തു. ഈ തൗഹീദ് പറഞ്ഞ നിലനിൽപ്പിന്റെ സന്ദേശത്തിൽ ഉറച്ചു നിന്ന അള്ളാന്റെ ദൂതനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അധികകാലം നിനക്കും അവിടെ ജീവിതമില്ല. അള്ളാഹുവിന്റെ താക്കീത. അപ്പൊ ഇത് ഇത്ര ഗൗരവപ്പെട്ടതാണ്. ഒരിക്കൽ റസൂലുള്ളാഹ് മസ്ജിദുൻ നബവിയില് സഹാബത്തൊന്നായിട്ട് ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് അടക്കം ഉണ്ടാവണം. അപ്പൊ നബി പറയാ, അബൂബക്കർ, ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ അരിച്ചു വരും, എറുമ്പരിച്ചു വരുന്ന പോലെ, അതിനേക്കാൾ ഗോപ്യമായിട്ട് കാണൂല. നമ്മളിപ്പോ എറുമ്പുള്ള ഒരു സ്ഥലത്ത് നിന്നാ നമ്മളെ ചെരുപ്പുമ്മൽ ഒരു എറുമ്പ് കയറും. എന്നിട്ട് ആ ഉറുമ്പ് ഇങ്ങനെ ചെരുപ്പുമ്മ കൂടി നേരെ തുണിക്ക് കയറി ബനിയത്തിന്റെ മുകളിൽ കയറി ഉള്ളിലിറങ്ങി പുറത്ത് കടിക്കും. കടിക്കുമ്പോഴേ നമ്മൾ അറിയും ഉറുമ്പ് വരുന്നത് നമ്മൾ കാണുന്നില്ല, ചെരുപ്പുമ്മ കയറിയത് കാണുന്നില്ല, തുണി കൂടി അരിച്ചു വന്നത് അറിയണില്ല, ബനിയത്തുമ്മ കൂടി അരിച്ചതും അറിയണില്ല. കടി ഉണ്ടപ്പോ നമ്മളറിയും. ഇതുപോലെയാണ് ശിർക്ക്, ഇതിനേക്കാൾ ഗോപ്യമായിട്ട്. അപ്പൊ ഇതിൽ നിന്ന് അപ്പൊ അബൂബക്കർ സിദ്ദീഖിന് സംശയം, ഞങ്ങളുടെ അടുത്തേക്ക് ഇനി ശിർക്കോ നബിയെ, ഞങ്ങളതൊക്കെ ഒഴിവാക്കിയ ആൾക്കാരില്ല. അതേ അബൂബക്കർ നിങ്ങളുടെ അടുത്തേക്ക് വരും ഈ ശിർക്ക്. എന്നാ ഇത് രക്ഷപ്പെടാൻ ഞാൻ ഒരു മാർഗം പറയാം. എന്താണ് ആ മാർഗം? മറ്റൊന്നുമല്ല, നീ ഇങ്ങനെ പറയുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു. അറിയാതെ വല്ല ശിർക്കും വന്നു പോകുന്നതിൽ നിന്ന് നീ എനിക്ക് പൊറുത്തു തരേണമേ. ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഈ ഒരു തേട്ടം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ശിർക്കിനെതിരിൽ തൗഹീദ് മുറ്റി നിൽക്കുന്ന മനസ്സാണ്. ഈ ഒരു ദുആ നമ്മുടെ ചുണ്ടിലൂടെ പുറത്തു വന്നാൽ തൗഹീദ് തുടിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റുമുണ്ടാകും. ഈ ബോധം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ, ശിർക്കിനെതിരിൽ ഈ ജാഗ്രത കൈക്കൊള്ളുന്ന മനുഷ്യൻ, അവന്റെ പരിസരം, അവന്റെ ചുറ്റുപാട് തൗഹീദ് തുടിച്ചു നിൽക്കുന്നതും ശിർക്കിനെതിരിൽ ജാഗ്രത കൈക്കൊള്ളുന്നതുമായ ഒരു ചുറ്റുപാട്, ഒരു സാഹചര്യം ഉണ്ടാകും. മനസ്സിനുള്ളിലും തന്റെ വായയിലും തന്റെ പരിസരങ്ങളിലും ആ ഒരു അന്തരീക്ഷം ഉണ്ടാകും. അതാണ് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. അവിടെ പിശാചിന് ശിർക്കുമായിട്ട് കടന്നു വരാൻ കഴിയില്ല. ഞാൻ കുറച്ചു കാര്യങ്ങളാണ്, ഇതിന്റെ ഗൗരവവും പ്രാധാന്യവുമാണ്, തൗഹീദ് എന്ത് എന്ന് വളരെ ചുരുക്കിയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെയും വേണം നമുക്ക് ഇരിക്കുക, കേൾക്കുക. ഏതാനും ദിവസങ്ങൾ തുടരുന്നതാണ് നമ്മുടെ പരിപാടികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദ് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തു സൂക്ഷിക്കാനും അത് മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാതെ, അത് ചുണ്ടുകളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവാതെ, ആ ഒരു തൗഹീദ് മുറ്റി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദോടുകൂടി മരണപ്പെട്ട് പരലോകത്ത് സ്വർഗം നേടുന്നവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.